നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ സംവിധാനങ്ങൾ കൂടിപ്പോയി. പക്ഷെ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. കൂടിപ്പോയതുകൊണ്ട് കാര്യമില്ല. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് കേരളം. തമിഴ്നാട് മുതൽ മറ്റൊരു ഇന്ത്യൻ സ്റ്റേറ്റ് എടുത്താലും ഇത്രയും സംവിധാനങ്ങളില്ല. ഇവിടെ ശക്തമായ പഞ്ചായത്ത് രാജ് സംവിധാനമാണ്, അതിശക്തമായ സ്കൂൾ PTA ആണ്, ജനകീയ കമ്മിറ്റികളാണ്, വളരെ ശക്തമാണ് നമ്മുടെ സംവിധാനങ്ങൾ. പക്ഷേ ഇത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സ്കൂളുകൾ എടുത്തു നോക്കൂ, ശക്തമായ ഇൻഫ്രാസ്ട്രക്ചറാണ്, പക്ഷെ സാറന്മാർ പഠിപ്പിക്കണ്ടേ, ടീച്ചർമാരും ഒക്കെ. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. ഇപ്പോൾ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത്, മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി 13 വയസ്സേ പ്രായമുള്ളൂ. ആ കുട്ടി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു അനാസ്ഥ കൊണ്ടാണ് കുഞ്ഞ് മരിക്കുന്നത്. ആ കുട്ടിയുടെ സ്കൂളിൽ രാവിലെ അച്ഛൻ്റെ കൂടെ കൈപിടിച്ച് പോയി വലിയച്ഛൻ്റെ വീടും എല്ലാം കടന്ന് ചായ കുടിക്കാൻ വലിയച്ഛൻ പറയുമ്പോൾ സമയമായില്ല, തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ കുഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ രാവിലെ കളിച്ചു കുട്ടികളുമായി. അത് തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എപ്പോഴാണ് അവർക്ക് കളിക്കാൻ സമയം കിട്ടുന്നത്? രാവിലെ തന്നെ. എന്തായാലും അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെരുപ്പ് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. അവിടെ വേറൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, തൊട്ട് മുന്നിൽ ഷീറ്റ് ഇട്ടിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു സൈക്കിളൊക്കെ വയ്ക്കാൻ. അതിൻ്റെ മണ്ടയിൽ തെറിച്ചു. കുഞ്ഞ് അതെടുക്കാൻ വേണ്ടി ബെഞ്ചിട്ട് കയറി, ഡെസ്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇടിച്ച് കയറി. ആ ഷീറ്റിൻ്റെ പുറത്ത് കയറിയപ്പോൾ മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്നതല്ലേ, സ്വാഭാവികമായിട്ട് കാല് തെറ്റി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ പോയിരുന്ന 3 ഫേസ് ലൈനിൽ കയറി പിടിച്ചു. അപ്പം തന്നെ ഷോക്ക് അടിച്ച് മരിച്ചു. എന്നിട്ട് ഇതിൻ്റെ തമാശ എന്തെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ അറിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ എവിടെയെന്നാണ്. മന്ത്രിയോട്, പത്രപ്രവർത്തകരോട് മന്ത്രി പറയുമ്പോൾ മന്ത്രി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഞാനിത് പത്രങ്ങളിൽ മീഡിയകളിൽ കണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. മീഡിയകളിൽ കണ്ടിട്ടാണ് ഇത് അറിയുന്നത്. ശരി, മന്ത്രിക്കപ്പോൾ വേറെ ആരും കൊടുക്കുന്നില്ല. ശരി, ഒരുപക്ഷെ ചിലപ്പോൾ സംഭവിച്ച ഉടൻ മീഡിയയിൽ വരും, അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. എന്നാൽ മീഡിയയിൽ സംസാരിക്കുന്ന മുമ്പേ അവിടുത്തെ DD ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടോ DD ആയിട്ടോ HM ആയിട്ടോ സംസാരിക്കണ്ടേ? സംസാരിച്ചിട്ട് ബൈറ്റ് കൊടുക്കണ്ടേ? അത് നടന്നില്ല, പോട്ടെ, അതിപ്പോൾ മന്ത്രിയെ കുറ്റം പറയേണ്ട, അദ്ദേഹം ഉച്ചയ്ക്ക് പോകുന്നു. ആ സ്കൂളിനെ കാണിക്കുന്നുണ്ട്. അതൊരു മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളാണ്, ജനകീയ സമിതിയാണ് നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അത് തന്നെ ഒരു കുഴപ്പമാണ്. ഒരു കമ്മിറ്റിക്കാകുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തം വരത്തുള്ളൂ. ഈ കുട്ടി മിഥുൻ എന്ന് പറയുന്ന കുഞ്ഞ് കയറിയ ഷീറ്റിലേക്ക് കയറാൻ, ആ ഷെഡിന്റെ ഷീറ്റിലേക്ക് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ട് അവിടെ, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ബാക്കി ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ക്ലാസ്സുകളിൽ ഇതുപോലെ ഷീറ്റിൽ കയറാൻ പറ്റാത്ത രീതിയിൽ തട്ടികൊണ്ട് അടിച്ചിട്ടുണ്ട്, പട്ടിക അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ ക്ലാസ്സിൽ അത് അടിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ചെരുപ്പും അങ്ങ് തെറിക്കുന്നത്. അങ്ങനെ അടിക്കാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആരാ കൊടുത്തത്? അവിടെ കഴിഞ്ഞ മാസം, അതായത് എല്ലാ സ്കൂളുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കുള്ള വ്യത്യസ്തമായി കോളേജുകൾക്കും ഒരുപക്ഷെ അങ്ങനെയില്ല, സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നൊരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ സുരക്ഷാ സമിതി കൂടണം. ഒരു 100 വിഷയങ്ങൾ ഉള്ള ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് അത് ക്ലിയർ ആയാൽ മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവർ പോയി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി ചായയും കുടിച്ച് അണ്ടിപ്പരിപ്പും കഴിച്ച് ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പോയാൽ പിന്നെ ഇങ്ങനെയൊക്കെ അതാ ഞാൻ നമ്മുടെ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ പറയുക, ഇത് നോക്കാനൊന്നും ഇവിടെ സമയമില്ല. നമ്മൾ ഭാരതാംബ സൂമ്പ മറ്റത് മറിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ സമയം കളയും, മന്ത്രി ആയാലും ആരായാലും. അപ്പോൾ എന്താ സംഭവിക്കുക, തലവൻ അങ്ങനെ പോകുമ്പോൾ, രാജാവ് അങ്ങനെ പോകുമ്പോൾ മന്ത്രിയും പ്രജകളും എല്ലാം വിദൂഷകനും എല്ലാം അങ്ങനെ പോകും. അതാണ് നമ്മുടെ സിസ്റ്റം. ഓഫീസിൽ HOD സമയത്ത് വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ വരത്തില്ല. ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ സ്കൂളുകാർക്ക് അനാസ്ഥയുണ്ട്, കൃത്യമായ അനാസ്ഥയുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈൻ പോകുന്നതിന് ചില നിയമങ്ങളുണ്ട്. ഇന്നിപ്പോൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് പോലും. എന്താണ് ഇത് പോയിരിക്കുന്നത്, ഇലക്ട്രിക്കൽ വിങ്, ജില്ലാ ഇലക്ട്രിക്കൽ വിങ് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തെന്ന് പോയിരിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന്. അവരവിടെ പോയിരുന്നു ഇത്രയും കാലം. ഇനി സ്കൂൾ സുരക്ഷാ സമിതി നേരത്തെ ചേർന്നിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കാണും, ചിലപ്പോൾ അവിടുത്തെ PTA പ്രസിഡന്റ് കാണും. എല്ലാ ആളുകളും ഇരുന്ന് പരസ്പരം കുശലം പറഞ്ഞ് പിരിയും. ഞാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ കുടുംബശ്രീ, പിന്നെ തൊഴിലുറപ്പ്, പിന്നെ PTA, സന്നദ്ധ സംഘടനകൾ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുടെ ഒരു പ്രളയമാണ്. അതുകൊണ്ട് നീ ചെയ്യ്, ഞാൻ ചെയ്യ്, അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരും ഇത് ചെയ്യത്തില്ല കാര്യങ്ങളെടുത്ത്. ഇത്രയും സംവിധാനത്തിന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ അനാസ്ഥയുണ്ട് ഈ വിഷയത്തിൽ. ഒരു കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ഇനി വേറെ തമാശ എന്തറിയാവോ,
അതാണ് എൻ്റെ ഒരു ഭൂലോക തമാശ. ആ കുഞ്ഞിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. അതൊരു വീടാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതൊരു കാലിത്തൊഴുത്ത് ഇതിനേക്കാൾ മെച്ചമായിരിക്കും. എങ്ങനെയാണ് ഒരു കുടുംബം അതിനകത്ത് കഴിയുക? അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, പിന്നെ അച്ഛനുണ്ട്, പിന്നെ വേറെ ഒരു സഹോദരനുണ്ട്. ഇവരെങ്ങനെയാണ് ഒരു വീട്ടിൽ കഴിയുക? അതിൻ്റെ അമ്മയ്ക്ക്, ഈ മരിച്ചുപോയ മിഥിൻ്റെ അമ്മയ്ക്ക് ആ വീട്ടിൻ്റെ ഗതികേട് കൊണ്ട് അവർ തുർക്കിയിൽ പോയി ഒരു വീട്ടുജോലി ചെയ്യുന്നു 3 മാസമായിട്ട് പോയി. ഇപ്പോൾ അവർക്ക് വരാൻ കഴിയുമെന്ന് അറിയില്ല. തുർക്കിയിലാണ്, എളുപ്പമായിട്ട് വരാൻ പറ്റുമോ എന്നും അറിയില്ല. അങ്ങനെ വന്നാൽ തന്നെ ആരുടെ ചിലവിൽ വരും? വലിയ വിഷയമാണ്. വീട്ടുജോലിക്ക് പോയതാണ്. അച്ഛൻ കൂലി വേലയ്ക്ക് പോകുന്നു. ഞാൻ നോക്കിയതനുസരിച്ച് അതൊരു പട്ടികജാതി വിഭാഗക്കാരുടെ ഒരു വീടാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും വളരെ ദരിദ്രരായ ഒരു കുടുംബമാണത്. ഇവിടെ ലൈഫ് പദ്ധതി, ഇനിയിപ്പോൾ ലൈഫ് പദ്ധതിയിൽ പ്രശ്നം കാണും. ഇവർ വിദേശത്തായതുകൊണ്ട് കൊടുക്കാൻ പറ്റൂലായിരിക്കും. നമ്മൾ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് അങ്ങനെ നീങ്ങുന്നൊരു സമൂഹമാണല്ലോ. അതിദാരിദ്ര്യരില്ലാത്ത സമൂഹമായി നമ്മൾ പ്രഖ്യാപിക്കും. തള്ളുന്നതിന് വല്ല കുറവുണ്ടോ? കേരളം തള്ളി മറിക്കുകയാണ് ഒരു കാര്യമില്ലാതെ. നോക്കൂ, ആ വീട് നോക്കൂ, ആ അമ്മയുടെ കരച്ചിൽ നോക്കൂ. ഈ പയ്യൻ NCCയിലോ അതുപോലെ തന്നെ എല്ലാ പരിപാടികളിലും ഉണ്ട്. ഫുട്ബോൾ കളിക്കുന്ന പയ്യനാണ്. എല്ലാറ്റിനും നല്ല മാർക്ക് വാങ്ങുന്നവനാണ്. ഇതെല്ലാം അമ്മൂമ്മ കിടന്ന് കരയുകയാണ്. എന്തൊരു കഷ്ടമാണ് ഒരു വീടിൻ്റെ ഗതി. ആരാ ഉത്തരം പറയുക? അനുശോചന രേഖപ്പെടുത്തണം. മന്ത്രി ഉച്ചയ്ക്ക് എന്തിനാ പോണേ? മന്ത്രിയും DD അവിടെ ഡെപ്യൂട്ടി എന്തായാലും ഡയറക്ടർ DPI ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI ഷാനവാസ് IAS അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന്. എന്തിനെന്നേ? രാജിവെച്ച് പോകണമെന്നേ, വീട്ടിൽ പോകണമെന്നേ. 14,000 സ്കൂളിൻ്റെ ഫിറ്റ്നസ് നോക്കാൻ DDക്ക് കഴിയുമോ? അല്ലെങ്കിൽ പിന്നെ DPIക്ക് കഴിയുമോ? HMനെയും പ്രിൻസിപ്പാളിനെയും എന്തിനാണ് വച്ചിരിക്കുന്നത്? HMനെയും പ്രിൻസിപ്പാളിനെയും വച്ചിരിക്കുന്നത് ശരിയാണോ നോക്കാൻ AE ഉണ്ട്, DE ഉണ്ട്, അതിനെ നോക്കാൻ ഡെപ്യൂട്ടി ഡയറക്ടർമാരുണ്ട്, അതിനെ നോക്കാൻ ഡയറക്ടറുണ്ട്. കൃത്യമായി എല്ലാ മൊബൈൽ ആപ്പ് വഴിയും AI സംവിധാനം വഴിയും ക്യാമറ വഴിയും എല്ലാം മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന കാലത്ത് ഇതിൽ കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വരാനുണ്ടോ? ഇനി മുഴുവൻ സാധനങ്ങളും അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ കിട്ടുന്ന കാലത്ത് മുഴുവൻ ഫോട്ടോകളും എനിക്ക് വേണം. പ്രത്യേകിച്ച് സ്കൂളുകളുടെ, സർക്കാർ സ്കൂളായാലും സ്വകാര്യ സ്കൂളായാലും മുഴുവൻ ടാഗ് ചെയ്യണം എന്ന് പറയാൻ കഴിയണ്ടേ? 3 മാസമില്ലയോ? ഇതെല്ലാം വളരെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള സംവിധാനത്തിൽ ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്നേ. കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഇതിനെ ഓൺലൈനിലാക്കി എല്ലാ കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന, ക്യാമറ വെച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അത്യാധുനികമായ എല്ലാ സാങ്കേതിക വിദ്യയുള്ള സമയത്താണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിരിക്കുന്നത്. എത്ര ദരിദ്ര കുടുംബമാണത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഗവൺമെന്റിന് എന്താ സംഭവിക്കുന്നത്? ശരിക്ക് ഒരു വശത്ത് ആശുപത്രിയിൽ മരുന്നില്ലാത്തതുകൊണ്ടോ അല്ലെ ഉപകരണമില്ലാത്തതുകൊണ്ടോ ഓപ്പറേഷൻ മാറ്റി വെക്കുന്നു മെഡിക്കൽ കോളേജിൽ, അതിന് HOD പുറത്തു വരുന്നു. അടുത്ത ദിവസം കെട്ടിടം ഇടിഞ്ഞ് വീണിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മരിക്കുന്നു. ഇതാ ഒരു കുഞ്ഞ് സ്കൂളിന് ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെ സുരക്ഷാ മാർഗമില്ലാത്തത് കൊണ്ട് ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ നമ്പർ 1 ഇവിടുത്തെ CBSE-കാരാണ് കുഴപ്പം, ICSE-കാരാണ് കുഴപ്പം, ഇവിടെ സൈനിക സ്കൂളാണ് കുഴപ്പം, മറ്റേ സ്കൂളാണ് കുഴപ്പം, ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് കുഴപ്പം, മലയാളം വിദ്യാഭ്യാസമാണ് കുഴപ്പം, അല്ലെങ്കിൽ സാർ പൊതുവിദ്യാലയം കൊള്ളാം, മറ്റൊരു അയ്യോ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ തള്ളി മറിച്ച് ബഹളങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ ഒരു സ്കൂൾ 13 വയസ്സായ ഒരു കുട്ടി, അവനിന് എത്ര കാലം ജീവിച്ചിരിക്കാൻ? അവൻ വീടിൻ്റെ പ്രതീക്ഷയാണ്, അമ്മയുടെ പ്രതീക്ഷയാണ്, ആ മക്കളുടെ അച്ഛൻ്റെയൊക്കെ പ്രതീക്ഷയാണ്. കൂലിവേലക്കാരനായ അച്ഛൻ, തുർക്കിയിൽ പോയി വീട്ടുജോലി ചെയ്യുന്ന അമ്മ, ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ വളരെ പരിതാപകരമാണ്. എന്തായാലും ആ സ്കൂളിൻ്റെ ഈ കുട്ടി ചെരുപ്പെറിഞ്ഞ് കളിച്ച സ്ഥലത്ത് അത് ചെരുപ്പ് തന്നെ ഷെഡിൽ വീണാൻ പാകത്ത രീതിയിൽ അവിടെ തുറന്നു കിടക്കുകയാണ്. ആ തുറന്നു കിടന്ന സ്ഥലത്ത് കൂടെയാണ് കുട്ടി ആയിരിക്കാം. കാരണം അങ്ങനെ എത്ര സ്ഥലമല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ തുറന്നു കിടന്ന സ്ഥലത്തൂടെ ആയിരിക്കും കുട്ടി കയറിയത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വലിയ അനാസ്ഥയ്ക്കുള്ള വലിയ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യപ്പെടേണ്ടി വരുന്നത് സ്കൂളിനും സ്കൂളിൻ്റെ PTA സുരക്ഷാ സമിതിയിൽ യോഗത്തിൽ പങ്കെടുത്തവർക്കും ആ സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുത്തവരുടെ പേരിൽ ഇത് ഫിക്സ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ PTA പേരിൽ ഒരു കേസ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ആളുകളെയൊക്കെ പേരിൽ കൃത്യമായി ഇത് ഫിക്സ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡും ഇതിനകത്ത് പ്രതിയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക. എന്തായാലും തള്ളിമറിക്കലുകൾ മാറ്റി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക.